ഹലോ, വെൽക്കം ടു ലേണിംഗ് നൗ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അനലോഗ് സർക്യൂട്ട്സ് മാരത്തോണിലെ ലാസ്റ്റ് സെറ്റ് ആണ്. ലാസ്റ്റ് സെറ്റ് ഓഫ് 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മൊത്തം ഇതും കൂടി ആകുമ്പോൾ 50 ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, a 741 type op-amp has a gain bandwidth product of 1 megahertz. A non-inverting amplifier using this op-amp and having a voltage gain of 20 decibel will exhibit a 3 decibel bandwidth of ഒരു 741 type op-ampന് gain bandwidth product എന്ന് പറയുന്നത് 1 megahertz ആണ്. അപ്പോൾ ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ഉണ്ട്, അതിന് വോൾട്ടേജ് ഗെയിൻ 20 ഡെസിബൽ തന്നിട്ടുണ്ട്. അത് 3 ഡെസിബൽ ബാൻഡ്വിഡ്ത്ത് എത്രയാണ് അതിന് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇതില് തന്നിട്ടുണ്ട് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, വി ഔട്ട് ഡിവൈഡ് ബൈ വി ഐ. അതായത് ഗെയിൻ എന്ന് പറയുന്നത് വി ഔട്ട് ബൈ വി ഇൻ ആണ്. ഇൻ ഡെസിബലില് 20 ലോഗ് വി നോട്ട് ബൈ വി ഇൻ ഇസ് ഈക്വൽ ടു എന്ത് വന്നിട്ടുണ്ട്, 20 ഡെസിബൽ എന്ന് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ വി ഔട്ട് ബൈ വി ഇൻ ഇസ് ഈക്വൽ ടു ഈ 20 ലോഗ് വരുമ്പോൾ അതെന്താവും, 10 to the power എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ആൻസർ കിട്ടും, 10 ആണ് നമ്മൾക്ക് കിട്ടുക വോൾട്ടേജ് ഗെയിൻ. അപ്പോൾ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്കിവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഗെയിൻ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് ഗെയിൻ ഇൻറ്റു ബാൻഡ്വിഡ്ത്ത് ആണല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു 1 മെഗാഹെർട്സ് 10⁻⁶ ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു പുതിയ ബാൻഡ്വിഡ്ത്ത് ബി എന്ന് പറയുന്നത്. അപ്പൊ അതിന്ന് ബി ന്യൂ എങ്ങനെ നമുക്ക് കിട്ടും, ബി ന്യൂ ഇസ് ഈക്വൽ ടു 10⁻⁶ ഡിവൈഡ് ബൈ 10 വിച്ച് ഈസ് ഈക്വൽ ടു 10⁵. അതെന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്, 100 കിലോ ഹെർട്സിനോട് ഈക്വൽ ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ നോൺ ഇൻവേർട്ടിംഗ് op-amp when Ri അതായത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണ് ഇൻ ആൻ ഓപ്പൺ സർക്യൂട്ട്, ദ ക്ലോസ് ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും, എ വി ഇസ് ഈക്വൽ ടു വി നോട്ട് ഡിവൈഡ് ബൈ വി ഐ ഇസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫോളോസ് ദ ഇൻപുട്ട്. ദിസ് op-amp സർക്യൂട്ട് ഈസ് കോൾഡ്. അതായത് ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ അതിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഹൈ ഇൻപുട്ട് ഇംപീഡൻസ് ആണ് ഇൻ ആൻ ഓപ്പൺ സർക്യൂട്ടിൽ. ക്ലോസ് ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് അതിന്റെ 1 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫോളോ ദി ഇൻപുട്ട്. ഇൻപുട്ട് എന്താണോ അതുപോലെ തന്നെ ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിനെ പറയുന്ന പേരെന്താണ്, ബേസിക് ആംപ്ലിഫയർ, വോൾട്ടേജ് ആംപ്ലിഫയർ, സമ്മിങ് ഫോളോവർ, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇൻപുട്ട് എന്താണോ അതേപോലെ തന്നെയാണ് ഔട്ട്പുട്ടും ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാണ്, അത് വോൾട്ടേജ് ഫോളോവർ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഫോർ ഇൻവേർട്ടിംഗ് ഒപ്പാമ്പില് ക്ലോസ് ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് 1 ആവുകയും ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സർക്യൂട്ടിനെ പറയുന്ന പേരാണ് വോൾട്ടേജ് ഫോളോവർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. A monostable multivibrator has R is equal to 10 kilo ohm and C is equal to 1 picofarad. What is the width of the pulse? പൾസിന്റെ വിഡ്ത്ത് എന്താണ്? നമ്മൾക്ക് തന്നിട്ടുണ്ട് റെസിസ്റ്റൻസ് ആർ എന്ന് പറയുന്നത് എന്താണ്, അത് 10 കിലോ ഓം ആണ്. അതുപോലെ തന്നെ കപ്പാസിറ്റർ സി എന്ന് പറയുന്നത് 1 picofarad ആണ്. പൾസ് വിഡ്ത്ത് ഓഫ് ദ ഫേസ് വിഡ്ത്ത് ഓഫ് ദ പൾസ് ഓഫ് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്ന് പറയുന്നത് 0.69 RC ആണെന്ന് നമ്മൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 0.69 ഇൻറ്റു 10 ഇൻറ്റു കിലോ ഓം ആയതുകൊണ്ട് 10 ക്യൂബ് ഇൻറ്റു 1 ഇൻറ്റു പൈക്കോഫാരഡ് ആയതുകൊണ്ട് ഇൻറ്റു 10⁻². അത് ചെയ്യുമ്പോൾ 6.9 നാനോ സെക്കൻഡ് കിട്ടും, വിച്ച് ഇസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 6.3 നാനോ സെക്കൻഡ്. അല്ലെ, ഇവിടെ ഓപ്ഷനിൽ തന്നുകൊണ്ട് 6.3 നാനോ സെക്കൻഡ് നമുക്ക് എഴുതാം. The basic important blocks of IC555 timer. ഒരു IC555 ടൈമറിന്റെ ഇമ്പോർട്ടന്റ് ബ്ലോക്സ്, ബേസിക് ഇമ്പോർട്ടന്റ് ബ്ലോക്ക്, വോൾട്ടേജ് സോഴ്സ്, ഫ്ലിപ്പ് ഫ്ലോപ്പ്, റെസിസ്റ്റേഴ്സ്, സ്വിച്ച്. നമുക്കറിയാം 555 ടൈമർ ഐസിന്റെ ഡീറ്റെയിൽസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട് അല്ലെ. അപ്പൊ ഇമ്പോർട്ടന്റ് ബ്ലോക്ക് ഓഫ് IC എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് 2 കമ്പാരേറ്റേഴ്സ് ഉണ്ടാവും. ബേസിക്കലി അത് 2 ഓപ്പറേഷൻ ആംപ്ലിഫയേഴ്സ് ആയിരിക്കും. പിന്നെ അതിന്റെ കൂടെ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, അത് RS ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. പിന്നെ 2 ട്രാൻസിസ്റ്റർ ഉണ്ടാവും, പിന്നെ ഒരു റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ഉണ്ടാവും. 5 കിലോ ഓമിന്റെ ഒരു റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ ഇത്. അപ്പൊ അതൊക്കെയാണ് അതിൽ 555 ടൈമറിൽ മെയിൻ ആയിട്ടുള്ള ബ്ലോക്കുകൾ ഉണ്ടാവുക. അപ്പൊ അതിൽ ബേസിക് ഇമ്പോർട്ടന്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ്, അത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. The 555 timer
can be employed in monostable multivibrator, bistable multivibrator, astable multivibrator. ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാ കറക്റ്റ്? 1 ഉം 2 ഉം 1 ഉം 3 ഉം 2 ഉം 3 ഉം 1 2 3. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 3 ശരിയാ. ട്രിപ്പിൾ ഫൈവ് ടൈമർ യൂസ് ചെയ്ത് നമ്മൾ മോണോസ്റ്റേബിൾ വൈബ്രേറ്റർ ഉണ്ടാക്കാറുണ്ട്, ബൈസ്റ്റേബിൾ ഉണ്ടാക്കാറുണ്ട്, അതുപോലെ തന്നെ അസ്റ്റേബിൾ. 3 വൈബ്രേറ്റേഴ്സ് നമുക്ക് ആ ട്രിപ്പിൾ ഫൈവ് ടൈമർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം. പല സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞ മൾട്ടി വൈബ്രേറ്റർ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. ട്രിപ്പിൾ ഫൈവ് ടൈമർ യൂസ് ചെയ്തിട്ട് 3 നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇതാണ് ആ 3 ചിത്രങ്ങൾ. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ കണ്ടോ? ഇങ്ങനെ ആ കണക്ഷൻസ് മാത്രമേ അവിടെ വേണ്ടുള്ളൂ. ഇതാണ് ആ പിന്നെ. അപ്പൊ അതില് ഇതാണ് 2 റെസിസ്റ്ററും 1 കപ്പാസിറ്ററും ആണ് അതിൽ ഉണ്ടാവുക സ്റ്റേബിളില്. മോണോസ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ 1 റെസിസ്റ്ററും 1 കപ്പാസിറ്ററും ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ സ്വിച്ച് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ബൈസ്റ്റേബിൾ നമ്മൾ യൂസ് ചെയ്തത്. അപ്പൊ ഇതില് കണക്ഷൻസ് വരുന്നത് കൂടെ ശ്രദ്ധിക്കുക. ഈ പറയുന്ന കപ്പാസിറ്റർ, ഈ കപ്പാസിറ്ററും എക്സ്ട്രാ വരുന്ന കപ്പാസിറ്ററും കൂടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ഒരേ തന്നെയാണ് അതിന്റെ വാല്യൂ. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ 1 കൂടെ ഇതിന്റെ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒക്കെ ഗ്രൗണ്ടിൽ, അതായത് നമ്മൾ യൂസ് ചെയ്ത പിന്നൊക്കെ ഗ്രൗണ്ടിൽ. അതേപോലെ തന്നെയാണ് ഇത് അവിടെ ആ 3 പോയിന്റും ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ റെസിസ്റ്റൻസിന്റെയും കപ്പാസിറ്റൻസിന്റെയും കാര്യമാണ്. അപ്പോൾ അവിടെ അസ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ 2 റെസിസ്റ്ററും 1 കപ്പാസിറ്ററും വരും. നിങ്ങൾ അതിന്റെ ടൈം പീരീഡ് പഠിക്കുന്ന സമയത്ത് നമ്മളത് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? RB എന്നൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മളത് പഠിച്ചിട്ടുണ്ടാവാം. അത് കാരണം 2 റെസിസ്റ്ററും 1 കപ്പാസിറ്റർ. അതുപോലെ ഇവിടെ മോണോസ്റ്റേബിൾ ആണെങ്കിൽ 1 റെസിസ്റ്ററും 1 കപ്പാസിറ്റർ ആണ് ഉള്ളത്. മെയിൻ ആയിട്ട് ഈ രണ്ടെണ്ണമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട്. ബൈസ്റ്റേബിൾ അത്രയ്ക്ക് അങ്ങനെ ഇമ്പോർട്ടന്റ് അല്ല. നമുക്കറിയാം മൾട്ടി വൈബ്രേറ്റേഴ്സ് എന്തിനാ യൂസ് ചെയ്യുക? വരുന്ന സിഗ്നലിനെ നമ്മൾ സാധാരണ നമുക്ക് കിട്ടുന്ന സൈൻ വേവ്സിനെ കുറിച്ച് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതല്ലാണ്ട് നോൺ സിനുസോയിഡൽ ആയിട്ടുള്ള വേവ് ഫോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൾട്ടി വൈബ്രേറ്റേഴ്സ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. അപ്പൊ അതിലുള്ള നമ്പർ ഓഫ് സ്റ്റേറ്റ്സിനനുസരിച്ചിട്ടാണ് ഈ പറയുന്ന മൾട്ടി വൈബ്രേറ്റേഴ്സിനെ 3 ക്ലാസിഫൈ ചെയ്യുന്നത്. സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അസ്റ്റേബിളും, 1 സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അതിന് മോണോസ്റ്റേബിളും, 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അതിന് ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്നായിരിക്കും പറയാം. ഓക്കെ, പിന്നെ അതും അതിന്റെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി ഡിജിറ്റൽ ക്ലോക്ക് കോൺസ്റ്റന്റ് ഫ്രീക്വൻസി പൾസ് ഈസ് ജനറേറ്റഡ് ബൈ. ഒരു ഡിജിറ്റൽ ക്ലോക്കിൽ കോൺസ്റ്റന്റ് ഫ്രീക്വൻസി പൾസ് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്നത് എന്തിന്റെ സഹായത്തോടുകൂടിയാണ്? ബ്ലോക്കിംഗ് ഓസിലേറ്റർ, അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. ഡിജിറ്റൽ ക്ലോക്കിൽ കോൺസ്റ്റന്റ് ഫ്രീക്വൻസി പൾസ് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്നത് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ്. അത് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കാം. An unstable multivibrator produce. ഒരു അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? സൈൻ വേവ് ആണോ, ട്രയാങ്കുലർ വേവ് ആണോ, സോ ടൂത്ത് വേവ് ആണോ, സ്ക്വയർ വേവ് ആണോ? ഒരു അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മിക്കപ്പോഴും എന്തായിരിക്കും? ഒരു സ്ക്വയർ വേവ് ആയിരിക്കും അത് എന്ത് ചെയ്യുന്നുണ്ടാവാം? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവാം. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ സർക്യൂട്ട് ദാറ്റ് ഓട്ടോമാറ്റിക്കലി സ്വിച്ചസ് ബിറ്റ്വീൻ 2 സ്റ്റേറ്റ്സ് കണ്ടിന്യൂസ്ലി വിത്തൗട്ട് ദ അപ്ലിക്കേഷൻ ഓഫ് ആൻ എക്സ്റ്റേണൽ പൾസ് ഫോർ ഇറ്റ്സ് ഓപ്പറേഷൻ. ഓപ്പറേഷന് വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ട്രിഗർ പൾസ് ഒന്നും കൊടുക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കലി അത് 2 സ്റ്റേറ്റിലേക്ക് സ്വിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഫ്രീ റണ്ണിങ് മൾട്ടി വൈബ്രേറ്റർ എന്നൊക്കെ നമ്മൾ അതിനെ പറയാറുണ്ട്. അതുകൊണ്ട് ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് നോ സ്റ്റേബിൾ സ്റ്റേറ്റ്സ്. അപ്പോൾ അത് ഒരു കണ്ടിന്യൂസ് സ്ക്വയർ വേവ് ഔട്ട്പുട്ട് നമുക്ക് ഇത് തരാറുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഫ്രീ റണ്ണിങ് മൾട്ടി വൈബ്രേറ്റർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. The feedback amplifier is shown in the figure. തന്നിരിക്കുന്നതിൽ ഈ ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ഏതാണ്? which is stable for all values of Rn ചില സ്റ്റേബിൾ ആയിരിക്കും. which is stable only for R1 R2 is equal to R3 ൽ മാത്രമേ സ്റ്റേബിൾ ആയിരിക്കുള്ളൂ. it is stable only for R1 C is equal to R1 R3. it is stable for R1 divided by R2 is equal to C by R3. ഓക്കെ, അപ്പൊ ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്താ വരിക? അപ്പൊ ഇതില് നമുക്ക് റെസിസ്റ്റൻസിന്റെ വാല്യൂ all values of R ഉം C ഉം ഏത് വാല്യൂ ആയാലും ഇത് ഈ ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ഓട്ടോമാറ്റിക്കലി എന്താവും? സ്റ്റേബിൾ ആയിട്ട് മാറും. അപ്പം ഇൻ ദ ഗിവൺ ഡയഗ്രാം വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ത് ചെയ്യും? ടെൻസ് ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് ആംപ്ലിഫയർ വോൾട്ടേജ് ഗെയിൻ അഗെയിൻസ്റ്റ് വേരിയേഷൻസ് ഇൻ ട്രാൻസിസ്റ്റർ പാരാമീറ്റർ. അല്ലെ, അത് എപ്പോഴും ഒരു ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ് എന്തിനും വേരിയേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും കോൺസ്റ്റന്റ് വാല്യൂക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് അത് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. സോ സ്റ്റെബിലിറ്റി ഇൻക്രീസസ് ഗെയിൻ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് ഇറ്റ് സ്റ്റേബിൾ ഫോർ ഏത് വാല്യൂസ് ഓഫ് ആർ എൻ സി ആണെന്ന സമയത്തും എന്താണ്? സ്റ്റേബിൾ ആയിരിക്കും. കൺസിഡർ ദ ഫോളോയിങ്: ഓസിലേറ്റർ, emitter follower, cascaded amplifier, power amplifier. which of the following uses feedback amplifier? തന്നിരിക്കുന്നതിൽ ഏതാണ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ടുള്ളത്? all the above 1 3 2 4 3 4. ഇതിലെല്ലാം ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് വരിക. ഓസിലേറ്റർ ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ഫീഡ്ബാക്ക് യൂസ് ചെയ്യും.
ഫീഡ്ബാക്ക് ആംപ്ലിഫയർ പോലെയാണ്. എമിറ്റർ ഫോളോവർ ആണെങ്കിൽ കാസ്കേഡ് ആണെങ്കിൽ പവർ ആംപ്ലിഫയർ ആണെങ്കിൽ എല്ലാം എന്ത് ചെയ്യും, യൂസസ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് അവിടെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. The control terminal pin 5 of 555 timer IC is normally connected to the ground through a capacitor 0.01. This is true. നമ്മൾ മുമ്പ് ചിത്രം കണ്ടില്ലേ, ആ മൾട്ടി വൈബ്രേറ്റേഴ്സിൽ നമ്മൾ കണ്ടിരുന്നു ഒരു 0.01 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ അവിടെ നമ്മൾക്ക് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തായിട്ട് നമ്മൾ കണ്ടു. അപ്പൊ ആ പറയുന്ന ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്നാ ചോദിക്കുന്നത്. ദ കൺട്രോൾ ടെർമിനൽ ഓഫ് 555 ടൈമർ എന്ന് പറയുന്നത് നോർമൽ, അതായത് ഈ അഞ്ചാമത്തെ പിന്നാണ് ഈ കപ്പാസിറ്റർ വഴി ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നത്. നമുക്കറിയാം 8 പിൻ IC ആണ് 555 ടൈമർ. അതിൽ അഞ്ചാമത്തെ പിന്ന് കൺട്രോൾ ടെർമിനൽ എന്ന് പറയുന്നത് കപ്പാസിറ്ററിന്റെ സഹായത്തോടു കൂടി നേരെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണ്? പ്രൊട്ടക്ട് ദ IC ഫ്രം inadvertent application of high voltage, prevent false triggering by noise coupled onto the pin. അതിൽ convert the trigger input to sharp pulse by differentiation, പിന്നെ suppress any negative trigger pulse. അപ്പോൾ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ബി, prevent the false triggering by noise coupled onto the pin. പിന്നില് നോയ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു false triggering അവിടെ ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ടാണ് അതിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നത് കപ്പാസിറ്ററിന്റെ സഹായത്തോടു കൂടി. അപ്പോൾ the control pin on the 555 timer എന്ന് പറയുന്നത് normally connected to the ground through capacitor. കാരണം noise from the supply line can ride through this simple divider, adding small capacitor filter out high frequency noise. അപ്പോൾ ഈ പറയുന്ന കപ്പാസിറ്റർ വെച്ചാൽ കപ്പാസിറ്റർ ഹൈ ഫ്രീക്വൻസിയിലെ നോയ്സ് എല്ലാം വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ തടഞ്ഞു നിർത്തും. that can cause the comparison to vary slightly. ഓക്കെ, അപ്പോൾ പിൻ 5 എന്ന് പറയുന്നത് കൺട്രോൾ പിൻ ആണ്. അതുകൊണ്ട് this makes the oscillator cycle കുറച്ചുകൂടി കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് oscillator cycle പോകും. This pin can also be used to change the internal voltage reference to allow modifying the oscillator frequency or duty cycle. അപ്പോൾ ഈ പിൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും? which can be also be used to change the internal voltage reference to allow modifying the oscillator. അതായത് ഈ പിന്നെ ചേഞ്ച് ദ ഇന്റേണൽ വോൾട്ടേജ് റെഫറൻസ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഡ്യൂട്ടി സൈക്കിളോ ഓസിലേറ്റർ ഫ്രീക്വൻസി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സെഷനിലായിട്ട് ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് മൾട്ടി വൈബ്രേറ്ററിനെ കുറിച്ചൊക്കെയാണ് കൂടുതൽ ഇതിലേക്ക് വന്നത് അല്ലെ. മൾട്ടി വൈബ്രേറ്റർ ഒക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ് മൾട്ടി വൈബ്രേറ്റർ. അപ്പൊ അതിന്റെ ഇക്വേഷൻസും ഫിഗറൊക്കെ കൃത്യമായിട്ട് നോക്കുക. 555 ടൈമറിന്റെ ഇന്റേണൽ വർക്കിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കുക, ഫോർമുലാസ് ഒക്കെ നമ്മൾ പഠിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഈ ഒരു സെറ്റ് കഴിഞ്ഞ് 50 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. താങ്ക് യു.